ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് പ്രസന്റിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ പല രീതിയിലുള്ള ഡാറ്റാസ് ബിസിനസ് മാനേജ്മെന്റിലെ മാനേജേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഡാറ്റാസ് ഒക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം, ഡാറ്റനെ പ്രസന്റ് ചെയ്യാൻ പല ഫോംസ് ഉണ്ട്. എല്ലാം നമ്മളിങ്ങനെ എഴുതിയിട്ട് എസ്സേ പോലെ പ്രസന്റ് ചെയ്യുന്നതല്ല നല്ലത്. പലതും നമ്മൾ ടേബിൾസ് ആക്കും, ചാർട്ട് ആക്കും, ഗ്രാഫ് ആക്കും, അങ്ങനെ ഡാഷ്ബോർഡ് ആക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ. വിഷ്വലൈസേഷൻ പറയുന്നത് ഡാറ്റനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു, ചാർട്ടും ഗ്രാഫും മാപ്പൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, അനലൈസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെപ്പോലെ കുറെ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ വായിച്ച് ശീലമില്ലാത്ത ഒരാളാണ്, നോൺ ടെക്നിക്കൽ യൂസേഴ്സ് ആണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഡാറ്റനെ മനസ്സിലാക്കാനൊക്കെ വിഷ്വലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ വിഷ്വലൈസേഷൻ എങ്ങനെയാവണം? അത് കമ്പല്ലിംഗ് ആവണം, അട്രാക്റ്റീവ് ആവണം, ഇൻഫോർമേറ്റീവ് ആവണം. പിന്നെ വെറുതെ എങ്ങനെയെങ്കിലും വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമില്ല, കറക്റ്റ് ആയിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ലാസ്റ്റ്. ഈ ഡാറ്റ വിഷ്വലൈസേഷന്റെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഡാറ്റ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ, ഇത് ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഡാറ്റനെ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീനിങ് മീൻസ് അതിലുള്ള എറേഴ്സ്, ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലീൻഡ് ഡാറ്റ ആയിരിക്കണം നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾ ഡാറ്റ അനാലിറ്റിക്സ് സ്കിൽ എന്ന് പറയുന്നത്. ഡാറ്റനെ അനലൈസ് ചെയ്യാനും അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് ഡാറ്റ അനാലിസിസ്. നമുക്കൊക്കെ വേണ്ട ഒരു കീ സ്കില്ലാണ്. നിങ്ങൾ പല രീതിയിലുള്ള പവർ ബി ഐ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് പവർ ബി ഐയും പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഡാറ്റനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും പ്രസന്റ് ചെയ്യാനൊക്കെ പറ്റും. അതിന്റെ ഒക്കെ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ട റെലവെന്റ് ആയിട്ടുള്ള സ്കില്ലാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡാറ്റനെ പ്രസന്റ് ചെയ്യാം, ഇതൊക്കെ ഞാൻ പെട്ടെന്ന് വായിച്ചു കൂട്ടും, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കൂടുതൽ ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ടേബിൾസ് പറഞ്ഞാൽ എന്താ? ഒരു വൺ പേജിൽ ഈ ഡാറ്റനെ ഫിറ്റ് ചെയ്യുന്നു. അതില് ഡാറ്റ റെഫറൻസസ് ഒക്കെ എന്ത് ചെയ്യണം, അതിൽ പറഞ്ഞിരിക്കണം. ടൈറ്റിൽ ഉണ്ടായിരിക്കണം, കോളം ഹെഡിങ് ഉണ്ടായിരിക്കണം, ഓരോ റോക്ക് ഹെഡിങ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള പല ഡാറ്റാസും ടേബിൾസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബോൾഡ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി പല പല ചാർട്ട് ആൻഡ് ഗ്രാഫ്സ് ഉണ്ട്. ചാർട്ടിനെ കുറിച്ച് ഏതൊക്കെ ചാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അറിയാം? ലൈൻ ചാർട്ട് പഠിക്കുന്നുണ്ട്. ലൈൻ ചാർട്ട് മീൻസ് രണ്ട് ആക്സിസിലുള്ള രണ്ട് റിലേഷൻഷിപ്സ്, അത് നമ്മളിങ്ങനെ ലൈൻ ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ടൈം സീരീസ് അനാലിസിസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ? ടൈം സീരീസ് അനാലിസിസ് എന്തായിരുന്നു? ഒരു ആക്സിസിൽ ടൈമും പിന്നെ ഒരു ആക്സിസിൽ റവന്യൂ എന്തോ വാല്യൂ, അതിങ്ങനെ ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ആ വാല്യൂ മൂവ് ചെയ്യുന്നത്, അതൊക്കെയാണ് കാണിക്കുന്നത്. ലൈൻ ചാർട്ട് ആണത്. ഇനി ബാർ ചാർട്ട് ഉണ്ട്. ബാർ ചാർട്ട് മീൻസ് അവിടെ ആ ഒരു ഗ്രാഫ് ലൈൻ ആയിട്ടല്ല, ബാർസ് ആയിട്ടായിരിക്കും. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി പൈ ചാർട്ട് ഉണ്ട്. പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ ഒരു സർക്കിളില്, ആ സർക്കിളിൽ ടോട്ടൽ 360 ഡിഗ്രി ആയിരിക്കും. അതിൽ ഓരോ പോർഷൻസ് ഇത്ര എത്ര എന്ന് പറയുന്ന രീതിയിൽ ഇതൊക്കെ കാണിച്ചു തരാം. സ്കാറ്റർ ഡയഗ്രാംസ് ഉണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഒരു ചാർട്ട് ആണെങ്കിൽ ആ ചാർട്ടിന് ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ഓരോ ആക്സസിലും ലാബിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ആ ഒരു ചാർട്ട് റീഡ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ. ഈ ചാർട്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ആക്സിസിൽ എന്തെങ്കിലും രണ്ട് ആക്സിസിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പൊ കാണിക്കുന്ന ഒരു ബാർ ചാർട്ടിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ ഓരോ പീരിയഡ്സ് 2009, 2010 അങ്ങനെ ഓരോ വർഷങ്ങൾ, ആ വർഷത്തെ സെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ആ സെയിൽസ് നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു പോയിന്റിൽ കാണിക്കാതെ അതൊന്നും കാണാൻ ഒന്നും കൂടെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒന്നും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ ഒരു ബാർ പോലെ, 2009 സെയിൽസ് വരുന്ന ഏകദേശം ഒരു 5 ലക്ഷത്തിനടുത്താണ്. 2010 ഇത്ര. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ബാർ ചാർട്ട് ആയതുകൊണ്ട് തന്നെ ഓരോ വർഷത്തെയും സെയിൽസ് ഇങ്ങനെ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമായി. ഇതൊരു സിമ്പിൾ ബാർ ചാർട്ടാണ്. ഇവിടെ നമ്മൾ എന്താ ടോട്ടൽ സെയിൽസ് ആണ് കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ സെയിൽസ് 2009 നമ്മുടെ ടോട്ടൽ സെയിൽസ്. ഈ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ വിറ്റിട്ടായിരിക്കും. അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വേർഷൻ ഓഫ് ബാർ ചാർട്ട് ആണ് കോമ്പൗണ്ട് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ബാർ ചാർട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് ബാർ ചാർട്ട് ആണ്. ഇത് ഓരോ പേരും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ബാർ ചാർട്ട് തന്നിട്ട് ഇത് സിമ്പിൾ ആണോ, കോമ്പൗണ്ട് ആണോ, കോമ്പണന്റ് ആണോ എന്നുള്ളത് പറയും. അപ്പൊ അതൊന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഇത് ക്ലസ്റ്റേർഡ് മീൻസ് 2009 തന്നെ രണ്ട് ബാർ എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് ടോട്ടൽ കോസ്റ്റ്, നീല ടോട്ടൽ സെയിൽസ്, പിന്നെ ചുവപ്പ് വരുന്നത് ടോട്ടൽ കോസ്റ്റ്. അതായത് ഒരേ വർഷത്തിൽ തന്നെ രണ്ട് ഇൻഫർമേഷൻസ് ഒരുമിച്ച് തന്നു. അത് ക്ലസ്റ്റേർഡ് ആയിട്ട് തന്നു. ഓക്കെ, മൾട്ടിപ്പിൾ ഡാറ്റ കാണിക്കുന്നുണ്ട് ബാറായിട്ട്.
അതിനെയാണ് കോമ്പൗണ്ട് ബാർ ചാർട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമ്പണന്റ് ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ ഒരേ ബാർ ചാർട്ടിൽ തന്നെ എന്താണ്, ഇപ്പോ നേരത്തെ 2009 സെയിൽസ് ആയിരുന്നു 5 ലക്ഷം എന്നുള്ളത്. ആ 5 ലക്ഷം ഒറ്റ ബാർ ആക്കാതെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒറ്റ ഒരു കളർ മാത്രമല്ലാതെ ഓരോ റീജിയണൽ സെയിൽസ്, വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് നോർത്ത് എന്ന് പറയുന്ന റീജിയണൽ സെയിൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അവിടുന്ന് എന്തൊക്കെ മനസ്സിലാക്കും? നോർത്തിലെ സെയിൽസ് എത്ര ഉണ്ട്, സൗത്തിലെ സെയിൽസ് എത്ര ഉണ്ട്, ടോട്ടൽ സെയിൽസ് എത്ര ഉണ്ട്, എല്ലാം കൂടെ മനസ്സിലാക്കും. ഇതേ ഒരേ ബാർ ചാർട്ട് തന്നെയാണത് പല രീതിയിൽ. ഇതിനെ കോമ്പൗണ്ട് ബാർ ചാർട്ട് എന്നല്ല പറയാം, ക്ലസ്റ്റേർഡ് അല്ല, സ്റ്റാക്ഡ് ആണ്. സ്റ്റാക്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്ന് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇനി ഇതേ കോമ്പണന്റ് ബാർ ചാർട്ട് തന്നെ നമുക്ക് എന്താക്കാം, 100% കാണിക്കാം. അതായത് 100% എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ടോട്ടൽ ഒരിക്കലും എന്താണ്, എല്ലാത്തിന്റെയും ടോട്ടൽ ഒന്നാക്കി. ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 2009 to 2010 ടോട്ടൽ കൂടുന്നുണ്ട്. ബട്ട് 2009 2010 100% ആക്കിയിട്ട് ആ 100%ന്റെ എത്രയാണ് ഈ ഓരോന്നും എന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നോർത്തിലെ സെയിൽസ് 2009 നോർത്തിലെ സെയിൽസ് ഇത്ര ഉണ്ടായിരുന്നു, 2010 നോർത്തിലെ സെയിൽസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്തിലെ സെയിൽസ് രണ്ടിടത്തും സെയിം ആണ്, എമൗണ്ടിൽ സെയിം ആണെങ്കിലും ടോട്ടലിന്റെ പ്രൊപ്പോർഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ടോട്ടൽ എത്ര പ്രൊപ്പോർഷൻ ഉണ്ടെന്ന്, ആ പ്രൊപ്പോർഷൻ നോക്കുന്ന സമയത്ത് നോർത്തിലെ സെയിൽസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഈ ഒരു ഈസ്റ്റിലെ സെയിൽസോ കൂടി വരികയാണ്. ബട്ട് ഇതിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഒരു പ്രൊപ്പോർഷണൽ സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ 100% കോമ്പോണന്റ് ബാർ ചാർട്ട് എന്ന് പറയും. ഇത് നോർമൽ കോമ്പോണന്റ് ബാർ ചാർട്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ചാർട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബാർ ഒന്നും അല്ലാതെ 2009 അവിടുത്തെ സെയിൽസ് ഇങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിന് ലൈൻ രീതിയിൽ കാണിക്കുന്നു. പ്രൈസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കാണിക്കാൻ ലൈൻ ചാർട്ട് യൂസ് ചെയ്യാം, സിമ്പിൾ ലൈൻ ചാർട്ട്. ഇനി മൾട്ടിപ്പിൾ ലൈൻ ചാർട്ട് ഉണ്ട്. ഒരു ലൈൻ അല്ലാതെ ഒരു ഗ്രാഫിൽ തന്നെ മൾട്ടിപ്പിൾ ലൈൻസ് കാണിക്കാം, കോസ്റ്റിന്റെ ലൈൻ, സെയിൽസിന്റെ ലൈൻ. ഇനി പൈ ചാർട്ട് ഉണ്ട്. പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ഫോർ എക്സാമ്പിൾ 2009 മാത്രം സെയിൽസ് എടുത്തു. ആ 2009 മാത്രം സെയിൽസിൽ ആരാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് എന്നൊക്കെ കാണിക്കാൻ ഒരു ബാറിനേക്കാൾ ഒന്നും കൂടെ എളുപ്പം ഒരു സർക്കിൾ ഈസ് ടോട്ടൽ. ഇത് ടോട്ടൽ ഡിഗ്രി എത്രയാ? 360 ഡിഗ്രി. ആ 360 ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി വരുന്നത് ആർക്കാ? നോർത്തിനാണ്. ഒരു ടോട്ടൽ ആക്കിയിട്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെയാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. ആ പൈ ചാർട്ടിൽ 42% ഇത്, 12% എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, അതാണ് പൈ ചാർട്ട്. ഇനി സ്കാറ്റർ ഡയഗ്രം എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് 2 വേരിയബിൾസ്. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? കോറിലേഷനിൽ പഠിച്ചിട്ടുണ്ട്. കോറിലേഷനിൽ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളിങ്ങനെ സ്കാറ്റർ പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് സ്കാറ്റർ പോയിന്റ്സ് ഒക്കെ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. എന്നിട്ട് നമുക്ക് ഇവരുടെ ഇവരുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ, വീക്ക് ആണോ, പെർഫെക്റ്റ് ആണോ, പാർഷ്യൽ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കുക, സ്കാറ്റർ ഡയഗ്രം. ഓക്കെ, ഇനി ലാസ്റ്റ് പറയാനുള്ളത്, ഈ ഡാറ്റ വിഷ്വലൈസേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യണം. എല്ലാ ഡാറ്റയും ഏതിലും സ്യൂട്ടബിൾ ആവില്ല. ചിലത് നമുക്ക് കോമ്പണന്റ് ബാർ ചാർട്ട് ആയിരിക്കും നല്ലത്, ചിലത് റെപ്രസെന്റ് ചെയ്യാൻ പൈ ചാർട്ട് ആയിരിക്കും നല്ലത്, ചില ഡാറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാൻ സ്കാറ്റർ ഡയഗ്രം ആയിരിക്കും നല്ലത്. ഏതാണോ ആ ഡാറ്റയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഡാറ്റ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ് വിഷ്വലൈസേഷൻ ടൂൾ ആണ് യൂസ് ചെയ്യുന്നത്. മിസ്ലീഡ് ചെയ്യരുത്, അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ മിസ്ലീഡ് ചെയ്യരുത്. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾ ചിലപ്പോ ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത 2 മെട്രിക്സ് ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഗ്രാഫ് വരക്കും. ചിലപ്പോൾ സെയിം ചാർട്ടിന് ചിലപ്പോൾ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ആ ചാർട്ട് വെച്ചിട്ട് പറ്റാത്ത ഇൻകോമ്പാറ്റബിൾ ഡാറ്റയൊക്കെ ഒരു സെയിം ഡാറ്റയിൽ വരും. ഫോർ എക്സാമ്പിൾ സെയിൽസും കോസ്റ്റും കൂടെ ഒരു ബാറിൽ തന്നെ കൊണ്ടുവരാം. ഓക്കെ, ഇതൊന്നും അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങളോട് ചോദിക്കുന്നില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി. ഇനി ഗ്രാഫ് വരക്കുന്ന സമയത്ത് നമ്മൾ സ്കെയിൽസ് ഫിക്സ് ചെയ്യാറുണ്ട്. എക്സ് ആക്സിന്റെ സ്കെയിൽസ്, വൈ ആക്സിന്റെ സ്കെയിൽസ്. ഈ സ്കെയിൽ ഒന്നും പ്രോപ്പർ അല്ലാതെ ബാഡ് സ്കെയിലിംഗ്. ഇതൊക്കെയാണ് ഡാറ്റ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന കുറെ മിസ്റ്റേക്സ്, ഡ്രോബാക്സ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ ലാസ്റ്റ് റിവിഷൻ എക്സാമിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ലാസ്റ്റ് ടൈമിൽ റിവൈസ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ടോപ്പിക് ആണിത്. ഓക്കെ, അപ്പോ പക്കാ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ.